നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്ന ആയാംകോണം ഭാഗത്തായിട്ടാണ് നമ്മളുള്ളത്. നേരെ ഡയറക്ഷൻ പോകുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസിലോട്ടാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് കല്ലമ്പലം ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ കാണിച്ചിട്ട്. 4 മാസത്തിന് ശേഷം കുറേ കൂടിയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ 4 മാസം മുമ്പേ കണ്ടതിനേക്കായി കുറച്ചും കൂടെ മെച്ചപ്പെട്ടതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അധികം അങ്ങോട്ട് സ്പീഡിൽ പോയിട്ടില്ല. എങ്കിലും നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞ് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന ഭാഗത്തെ കാഴ്ചകൾ കണ്ടതിനേക്കായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിനേക്കായി കുറച്ച് ശതമാനം കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കല്ലമ്പലം ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കടമ്പാട്ടുകോണം ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ട് കുറച്ചും കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയംകോണം കഴിഞ്ഞ് നേരെ കല്ലമ്പലം ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ടാറിങ് വർക്കുകൾ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ കുറേ കൂടി ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. GSB ഒക്കെ ഇട്ട് നികത്തി വരുന്ന പണികൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലമ്പലം ഭാഗത്ത് അപ്രോച്ച് റോഡ് കഴിഞ്ഞ് വരുന്ന ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. വലത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറേ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ പഴയ റോഡ് പോയിക്കൊണ്ടിരുന്ന ഭാഗമൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ ഇപ്പം ഒരു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇനിയും നമുക്ക് നോക്കുമ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് മണ്ണൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇടത്തെ സൈഡിൽ ഒരു ചെറിയൊരു കുന്നാണ്. അവിടെ നിന്ന് മണ്ണൊക്കെ നീക്കം ചെയ്യേണ്ടതായിട്ട് നമുക്കിപ്പം നോക്കുമ്പോൾ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് ഇടത്തെ സൈഡിൽ നിന്ന് ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കാനുണ്ട്. വലത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് വലത്തെ സൈഡിൽ കൂടിയാണ് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കല്ലമ്പലം ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ മുതലായിരിക്കും പിന്നെ കല്ലമ്പലം ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരെ കൊണ്ടുവന്ന് പണി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ബാക്കി ഇനി മുമ്പോട്ട് പിന്നെ 2 സൈഡിലും 6 വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും വരാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പണി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വലത്തെ സൈഡിൽ ഇത്രത്തോളം മണ്ണിട്ട് ഹൈറ്റിൽ നിർത്തിയിരിക്കുകയാണ്. പഴയ റോഡൊക്കെ ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനി മുമ്പോട്ട് പോകുമ്പം 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. 2 സൈഡിലും ഇനി സർവീസ് റോഡ് പണിഞ്ഞിട്ട് ഇനി ഇടയ്ക്കായിട്ടുള്ള ബാക്കി സ്ഥലത്ത് വലത്തെ സൈഡിലായിട്ടുള്ള തൂണുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇപ്പം ചെയ്തു വച്ചിരിക്കുന്ന ഈ ഒരു 4 തൂണുകളുടെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചാകെ കുളവാക്കിയിട്ടുണ്ട്. കല്ലമ്പലം ഭാഗത്ത് ഈ തൂണിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുകയാണ്. വലത്തെ സൈഡിൽ പിന്നെ ബാക്കിയുള്ള പൈലിംഗ് വർക്കുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി തുടങ്ങാനായിട്ട് ബാക്കിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തൂണുകളുടെയൊക്കെ എല്ലായിടത്തും കൊണ്ടുവന്ന് പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് ഇപ്പം ഒരു കുളവാക്കി ഇട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. കല്ലമ്പലം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോകുമ്പം പിന്നെ വലത്തെ സൈഡിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറേ കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് പാറ പൊട്ടിച്ച് മാറ്റേണ്ട പണികളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ ഹിറ്റാച്ചിയൊക്കെ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഡറുകളുടെയൊക്കെ നിർമ്മാണമാണ്. പിന്നെ കല്ലമ്പലം ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വലത്തെ സൈഡിലായിട്ട് ഇവിടെ റോഡ് സൈഡിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലത്തെ സൈഡിൽ ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ പഴയ പോസ്റ്റൊക്കെ നിലയിൽ നിൽക്കുന്നുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നാവായിക്കുളം വലിയപള്ളി ജുമാ മസ്ജിദ് വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണുമ്പം ടാറിങ് വർക്കുകൾ ഒരു സൈഡിലായിട്ട് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പം പണി ഏകദേശമൊക്കെ ഒരുവിധം ഒതുങ്ങി കിടക്കുകയാണ്. ഇനി ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളുണ്ട്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കാണും. ഇടയ്ക്കായിട്ട് പിന്നെ മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് കഴിഞ്ഞിട്ടുള്ളത്.
ഇനി നേരെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുപാലം ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയും പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ തട്ടുപാലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പം തോടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തെ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലും ഭിത്തിയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ മുകളിലായിട്ട് കമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട പണി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ അതിനിടയ്ക്കായിട്ടാണ് മുമ്പോട്ട് വരുമ്പോൾ പിന്നെ തട്ടുപാലം അണ്ടർപാസ് വരുന്നത്. അപ്പോൾ അണ്ടർപാസിൻ്റെയും പിന്നെ ഈ ഒരു തോടിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്ത് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡിലും ഈ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് വലത്തേ സൈഡിലായിട്ട് നോക്കുമ്പോൾ അവിടെയും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്ത് വീണ്ടും ഇപ്പോഴും മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ടാർ ചെയ്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ വലത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടത്തേ സൈഡിൽ അതിൻ്റെ ഒരു മെഷീൻ അവിടെ ഇടത്തേ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെയും കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ വരുന്നത് നാവായിക്കുളം ഭാഗത്തേക്കാണ് വരുന്നത്. നാവായിക്കുളം ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നെ അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം കുറേ കൂടിയൊക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നാവായിക്കുളം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ചെറിയൊരു ഇറക്കം ഇറങ്ങി പിന്നെ 28-ാം മൈൽ ഭാഗത്തോട്ടൊരു കയറ്റവും കൂടാണ്. അപ്പം വലിയ കയറ്റവും ഇറക്കങ്ങളൊക്കെ ഏകദേശം ഒരു ലെവലിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ദാണ്ട് ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട്, അതായത് നാവായിക്കുളം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ഹൈറ്റിലായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനിടയ്ക്കൂടെയുള്ള റോഡിൽ കൂടിയായിരുന്നു, അതായത് ഇപ്പോൾ ഈ മണ്ണിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഒരു റോഡുണ്ടായിരുന്നു, പഴയ റോഡ്, അതുവഴിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അണ്ടർപാസിൻ്റെ സൈഡിലായിട്ട് തന്നെ വീണ്ടും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ 2 സൈഡിലും ഇവിടെ സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത്. കാരണം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ അത്യാവശ്യം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയുണ്ട്. അപ്പം ഇനി ഈ ചുറ്റിക്കറങ്ങിയുള്ള യാത്ര മിക്കവാറും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പം മിക്കവാറും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞേച്ച് ചിലപ്പം പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞേച്ച് നമ്മൾ 28-ാം മൈൽ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇടത്തേ സൈഡിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും വലത്തേ സൈഡിൽ ആറി വാൾ ബ്ലോക്കുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അത്യാവശ്യം നല്ല താഴ്ചയിൽ നിന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി ഈ ഒരു സൈഡിലായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ 28-ാം മൈൽ കയറ്റത്ത് വന്ന് നിൽക്കുമ്പം വലത്തേ സൈഡിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വലതുഭാഗത്ത് അറൂരി പാതയുടെ ആ ഒരു ഭാഗത്ത് വലത്തേ സൈഡിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗം അതാണ്ട് നമുക്ക് അവർ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് GSB ഇട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പം നല്ലൊരു ഇറക്കമാണ്, പിന്നെ ഒരു കയറ്റമാണ്. ഫാർമസി ജംഗ്ഷൻ ഭാഗത്തോട്ട് ഒരു കയറ്റവും കൂടെ ഒരു വളവും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ മൈലക്കാട് അപകടം ഉണ്ടായ സമയത്ത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അത്യാവശ്യം നല്ല താഴ്ചയും കയറ്റമുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചതുപ്പ് ഉള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇവിടെ ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പം വലത്തേ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് ഇപ്പം ഇവിടുത്തെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള 2 തൂണുകളുടെ ഇടയ്ക്കൂടെയാണ് വാഹനങ്ങൾ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടി മണ്ണ് ഇട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വലത്തേ സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഇപ്പം കഴിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് ടാറിങ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. മണ്ണടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു നമ്മൾ ഒരു 4 മാസം മുമ്പേ ഉള്ള കാഴ്ചകളിലുള്ളത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പണി ഫാർമസി ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ട് ഇത്രത്തോളം പണി നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് വർക്കുകൾ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കായി മുമ്പേ ടാറിംഗ് വർക്കുകൾ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് RDS പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിരുന്ന സമയത്ത് തന്നെ ചെയ്ത് തീർത്തിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിനി നേരെ കടമ്പാട്ടുകോണം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ കൂടിയൊക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പം ഇവിടെയും ചെറിയൊരു താഴ്ചയാണ്. താഴ്ചയിൽ നിന്നും പിന്നെ ചെറിയൊരു കയറ്റത്തോട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ 2 സൈഡിലും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ, പിന്നെ പല പല പണികൾ, ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ പണികൾ, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പം അടുത്ത റീച്ചിലോട്ട് കയറുകയാണ്. അപ്പം തിരുവനന്തപുരം ഭാഗത്തെ എൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കടമ്പാട്ടുകോണം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അടുത്ത റീച്ച് ശിവാലയയുടെയാണ്. ശിവാലയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് ആ ഒരു ഭാഗം ടാർ ചെയ്തിരിക്കുന്ന ഭാഗം തൊട്ട് അങ്ങോട്ട് ശിവാലയയുടെയാണ്. അപ്പോൾ ഇവിടെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പഴയ റോഡ് നിന്നിരുന്ന ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് GSB ഒക്കെ ഇട്ട് നികത്തിയെടുത്ത് വരുന്നുണ്ട്. ഇവിടെയും ഇപ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഇത്രത്തോളം പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൽ നിന്ന് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ഉള്ള ഭാഗത്തിനേക്കായി കുറേ കൂടി പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിനകത്ത് രേഖപ്പെടുത്തുക. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആയിരുന്നു. കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മാമം പാലത്തിൻ്റെ അടുത്ത് വരെ 2 പാർട്ടായിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. കാത്തിരിക്കുക.